ഉത്തമ മനുഷ്യന്റെ മാതൃകാ ഭരണാധികാരിയുടെയും ഉദാത്ത മാതൃകകൾ മനുഷ്യ മനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്ന അനശ്വര കൃതിയാണ് രാമായണം. ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് കർക്കിടക മാസത്തിന്റെ തുടക്കത്തിൽ നൽകിയ സന്ദേശമാണിത്. കാലാതീതമായ സനാതന സത്യങ്ങളുടെ കലവറയാണ് രാമായണം. ആചാരപരമായ പാരായണത്തിന് സാമൂഹികമായ മാനം നൽകി അതിനെ സാർവത്രികമാക്കുന്നതിൽ കേരളത്തിൽ തുടക്കം കുറിച്ച് രാമായണ മാസാചരണം വഹിച്ച പങ്ക് പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സനാതന പാരമ്പര്യത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട മനുഷ്യ മനസ്സിലെ ഇരുട്ടും സമൂഹത്തിലെ അധർമ്മവും അകറ്റി നീതിബോധവും ധർമ്മനിഷ്ഠയുമുള്ള സമൂഹരചനയ്ക്ക് രാമായണ മാസാചരണം ഉപയുക്തമാകുമെന്ന് ആശംസാ സന്ദേശത്തിൽ ആനന്ദ ബോസ് പ്രത്യാശിച്ചു. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പുരാണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും മുഴങ്ങുക. നീതിബോധവും ധർമ്മനിഷ്ഠയുമുള്ള തലമുറകളെ സൃഷ്ടിച്ച് പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനം അത് കാലാതീതമായി ഇങ്ങനെ തുടരുകയാണ് ഓരോ വീടുകളിലും. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമൻ, ഭരതൻ, അങ്ങനെയുള്ളവരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണത്തിൽ നിന്ന് ലഭിക്കുക. രാവിലെ കുളിച്ച് ശുദ്ധമായ ദീപം തെളിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങും. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം എന്നാണ്. രാമായണം പാരായണം ചെയ്യുന്നത് കോടി ജന്മങ്ങളുടെ പുണ്യം സമ്മാനിക്കും. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഹരിച്ച് സംശുദ്ധതയുടെ തീർത്ഥം തളിക്കലാണ് രാമായണ പാരായണത്തിലൂടെ കൈവരിക. രാമായണം പാരായണം ചെയ്യുന്നിടത്തൊക്കെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നതിന് പിന്നിൽ നിരവധി കാര്യങ്ങളുണ്ട്. സൂര്യൻ ദക്ഷിണായനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുകയാണ് പ്രധാന ഉദ്ദേശം. ദേവന്മാർ ദക്ഷിണായനത്തിൽ നിദ്ര കൊള്ളുന്നത് കൊണ്ട് ജീവജാലങ്ങളുടെ ചൈതന്യം കുറയുന്നു. രാമായണ പാരായണം സകല ദോഷങ്ങൾക്കും പരിഹാരമാണ്. പഞ്ഞമാസം, രാമായണ മാസം ഈ പേരുകളിലും കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമായ മഴ പെയ്യുന്നു എന്നതിനാൽ കള്ളക്കർക്കിടകം എന്ന ചൊല്ല് തന്നെ നിലവിലുണ്ട്. അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകും. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നും ഇല്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കപ്പെടുന്നു. കർക്കിടകത്തിൽ ഭവനങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നിത്യവും നടത്തുന്നു. വീട്ടിൽ വെച്ച് ചെയ്യാൻ അസൗകര്യമുള്ളവർക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചും നടത്താം. എന്നാലും കർക്കിടക മാസത്തിൽ ചെയ്യുന്ന പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വിഘ്നങ്ങൾ ഒഴിവാക്കി വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. കനത്ത മഴ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ തിരിച്ചടി ഇതൊക്കെ ഈ മാസത്തിൽ ഏറും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് കർക്കിടകം പഞ്ഞമാസം എന്നും അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ.